കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പുറത്തിറക്കിയ സുവർണ്ണ കേരളം ലോട്ടറി ടിക്കറ്റിലെ ചിത്രം അത് സംബന്ധിച്ച വിവാദം കേവലം ഒരു കലാസൃഷ്ടിയെക്കുറിച്ചുള്ള തർക്കമായിട്ടല്ല, മറിച്ച് വിശ്വാസവും രാഷ്ട്രീയവും ആവിഷ്കാര സ്വാതന്ത്ര്യവും തമ്മിലുള്ള വലിയൊരു പോരാട്ടമായിട്ടാണ് ചില ഭാഗങ്ങളിൽ പടരുന്നത്. അത് പ്രത്യേക സംഘടനകളിലും ഇത് പടർന്നു പിടിക്കുന്നുണ്ട്. 2026 ജനുവരി 2 നറുക്കെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ള ഈ ടിക്കറ്റിൽ അച്ചടിച്ചിരിക്കുന്ന ചിത്രം ഹിന്ദു മതവിശ്വാസങ്ങളെ ആഴത്തിൽ വ്രണപ്പെടുത്തുന്നതാണെന്ന ആരോപണമായി BJPയും ഹിന്ദു ഐക്യവേദിയും രംഗത്ത് വന്നതോടെയാണ് സംസ്ഥാനത്ത് സാംസ്കാരികവും രാഷ്ട്രീയപരമായ പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രപഞ്ചനാഥനായി ആരാധിക്കപ്പെടുന്ന ശിവലിംഗത്തിലേക്ക് അർത്ഥവരത്വം ഒഴുകുന്ന തരത്തിലുള്ള ചിത്രം ഉൾപ്പെടുത്തിയത് വിശ്വാസികളെ അപമാനിക്കാനായി ബോധപൂർവം നടത്തിയ നീക്കമാണെന്നാണ് ഇവർ ഇതിനെ ആരോപിക്കുന്നത്. ഇത്തരമൊരു ചിത്രം ഔദ്യോഗികമായ ഒരു സർക്കാർ രേഖയിൽ, അതും ലക്ഷക്കണക്കിന് സാധാരണക്കാർ കൈകാര്യം ചെയ്യുന്ന ഒരു ഭാഗ്യക്കുറി ടിക്കറ്റിൽ പ്രത്യക്ഷപ്പെട്ടു എന്നത് ഗൗരവകരമായ വീഴ്ചയാണെന്നാണ് ഹൈന്ദവ സംഘടനകളുടെ പ്രാഥമികമായ വാദങ്ങളെല്ലാം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബുവുമാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത്. ലൈംഗിക വൈകൃതങ്ങളെ സംസ്കാരമായി അവതരിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുടെ പ്രകടനമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ചിത്രമെന്നാണ് സുരേഷ് കുറ്റപ്പെടുന്നത്. ശബരിമല വിഷയമടക്കം മുൻനിർത്തിക്കൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നിരന്തരമായി പരിഹസിക്കാനും തകർക്കാനും ശ്രമിക്കുകയാണെന്ന വലിയൊരു രാഷ്ട്രീയ ആരോപണത്തിലേക്കാണ് ഈ വിവാദം വിരൽ ചൂണ്ടുന്നത്. ലോട്ടറിയിൽ ഉൾപ്പെടുത്തിയ ഈ ചിത്രം അങ്ങേയറ്റം അശ്ലീലകരമാണെന്നും വിശ്വാസികളെ അപഹസിക്കുന്നതാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ തുറന്നടിച്ചിട്ടുമുണ്ട്. ഇത്തരം ചെയ്തികൾ ഹിന്ദു സമൂഹം ഇനിയും വെച്ചു പൊറപ്പിക്കില്ല എന്ന മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുമുണ്ട്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബുവിന്റെ വാക്കുകൾ കൂടുതൽ രൂക്ഷമായിരുന്നു. സനാതന ധർമ്മത്തെ ഏതു വിധേനയും അപഹസിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ചിത്രം ലോട്ടറി ടിക്കറ്റിൽ തിരികെ കയറ്റിയതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ ഈ 1 കോടി രൂപയുടെ ഒന്നാം സമ്മാനമുള്ള ടിക്കറ്റിൽ ഇത്തരമൊരു ചിത്രം വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് അദ്ദേഹം സംശയിക്കുന്നുമുണ്ട്. ഹിന്ദു സമൂഹം ഇത്തരം വിരുദ്ധ നിലപാടുകൾ, അതായത് ഹിന്ദു വിരുദ്ധ നിലപാടുകൾക്കെതിരെ കണ്ണു തുറക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് വലിയൊരു ആത്മനാശത്തിന് കാരണമാകുമെന്നും അദ്ദേഹം വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഈ വിഷയത്തിൽ നിയമപരമായ പോരാട്ടം തുടരുമെന്നും കോടതിയെ സമീപിക്കുമെന്നും ഹിന്ദു ഐക്യവേദിയും പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ വിവാദങ്ങളോടുള്ള ലോട്ടറി വകുപ്പിന്റെ പ്രാഥമിക പ്രതികരണം അല്പം വ്യത്യാസം കൂടിയാണ്. ടിക്കറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിത്രം കേരള ലളിതകലാ അക്കാദമിയുടെ ശേഖരത്തിലുള്ളതാണെന്നും അതൊരു കലാസൃഷ്ടി എന്ന നിലയിലാണ് ഉൾപ്പെടുത്തിയത് എന്നുമാണ് വകുപ്പിലെ അനൗദ്യോഗികമായ വിശദീകരണം. കലയ്ക്ക് അതിൻ്റെതായ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്നും ഒരു പെയിന്റിങ്ങിനെ അതിൻ്റെ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി വർഗീയമായോ മതപരമായോ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നുമുള്ള വാദമാണ് സർക്കാരിനെ അനുകൂലിക്കുന്നവരും ഉയർത്തുന്നത്. എന്നാൽ ലളിതകലാ അക്കാദമിയുടെ പക്കൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവ പൊതുജന മധ്യത്തിലേക്ക് എത്തുമ്പോൾ, പ്രത്യേകിച്ച് ലോട്ടറി ടിക്കറ്റ് പോലെ വ്യാപകമായി വിറ്റഴിക്കപ്പെടുന്ന ഒന്നിൽ ഉപയോഗിക്കുമ്പോൾ പാലിക്കപ്പെടേണ്ട മിതത്വവും ജാഗ്രതയും അധികൃതർ ലംഘിച്ചുവെന്നാണ് വിമർശകരെല്ലാം പറയുന്നത്. വിഷയം വലിയ ചർച്ചയായതോടെ ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നിർബന്ധനാകുകയും ചെയ്തിട്ടുണ്ട്. ചിത്രം സംബന്ധിച്ച പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും നിലവിൽ പരാതികൾ നടന്നു വരികയാണെന്നും അല്ലെങ്കിൽ പരിശോധനകളെല്ലാം നടന്നു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ചിത്രത്തിൽ യഥാർത്ഥത്തിൽ മതവികാരം പുറപ്പെടുത്തുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടോ എന്ന് ശാസ്ത്രീയമായും നിയമപരമായും വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ ടിക്കറ്റുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. എന്നാൽ ഈ പരിശോധന നീണ്ടുപോകുന്നത് പ്രതിഷേധക്കാരുടെ രോഷം വർദ്ധിപ്പിക്കുകയാണെന്നാണ് ആരോപണങ്ങളെല്ലാം. ടിക്കറ്റുകൾ ഇതിനകം തന്നെ വിപണിയിൽ എത്തിയതിനാൽ അത് പിൻവലിക്കുന്നത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്നും വകുപ്പിനെ കുഴയ്ക്കുന്ന കാര്യം കൂടിയാണ്. ഈ വിവാദം കേരളത്തിലെ സാംസ്കാരിക ലോകത്തും വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഒരു ചിത്രത്തെ എങ്ങനെയാണ് നാം നോക്കിക്കാണേണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നതല്ല. ആർത്തവം എന്നത് പ്രകൃതി സഹജമായൊരു പ്രക്രിയയാണെന്നും അതിനെ ശുദ്ധാശുദ്ധങ്ങളുടെ പേരിൽ ബന്ധിപ്പിക്കുന്നത് പിന്തിരിപ്പൻ ചിന്താഗതിക്കാരാണെന്നും വാദിക്കുന്നവർ സർക്കാരിനെ അനുകൂലിക്കുന്നുമുണ്ട്. എന്നാൽ മതവികാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ബന്ധപ്പെട്ട പ്രത്യയങ്ങളെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിടയ്ക്കുന്നത് അത് ശരിയല്ല എന്നും വിശ്വാസികൾ ഉറപ്പിച്ച് പറയുന്നുമുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരിക്കലും മറ്റൊരാളുടെ വിശ്വാസത്തെ പരിഹസിക്കാനുള്ള ലൈസൻസ് അല്ല എന്നതാണ് പ്രതിഷേധക്കാരുടെ പ്രധാന വാദം. ഇതിനു മുമ്പും സമാനമായ രീതിയിൽ ദേവീദേവന്മാരുടെ മോശമായി ചിത്രീകരിച്ചു എന്ന പേരിൽ പല ചിത്രകാരന്മാരും ആക്രമിക്കപ്പെടുകയോ അവരുടെ ചിത്രങ്ങൾ വിവാദമാവുകയൊക്കെ ചെയ്തിട്ടുമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ വിവാദത്തിന് മറ്റൊരു തലം കൂടി നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും മറ്റും ഈ വിഷയം സജീവമായി നിലനിർത്താനാണ് പ്രതിപക്ഷ സംഘടനകളുടെ പ്രധാന നീക്കം. സർക്കാരിനെ ഹിന്ദു വിരുദ്ധതയ്ക്ക് മറ്റൊരു തെളിവ് കൂടി ലഭിച്ചു എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ BJPയും അനുബന്ധ ഹിന്ദുത്വ സംഘടനകളും ഈ വാർത്തയെ പ്രചരിപ്പിക്കുന്നത്. ലൈംഗിക വൈകൃതങ്ങൾ സംസ്കാരമായി കൊണ്ടു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് തലച്ചോറുകളാണ് ഈ ടിക്കറ്റിന് പിന്നിലെന്ന് സുരേഷ് പറഞ്ഞത് ഇതിന്റെ സൂചന കൂടിയാണ്. മറുവശത്ത് ഇത് ബോധപൂർവമായ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമമാണെന്ന് ഭരണപക്ഷവും ആരോപിക്കുന്നുണ്ട്. ലളിതകലാ അക്കാദമിയുടെ ശേഖരത്തിലുള്ള എല്ലാ ചിത്രങ്ങളും പ്രദർശിപ്പിക്കപ്പെടാനുള്ളതാണെന്നും
അതിൽ മതപരമായ വിലക്കുകൾ ഏർപ്പെടുത്തുന്നത് കലാവിരുദ്ധമാണെന്നും അവർ വാദിക്കുകയും ചെയ്യുന്നുണ്ട്. ലോട്ടറി ടിക്കറ്റുകൾ കേരളത്തിൽ കേവലം ഒരു ഭാഗ്യപരീക്ഷണം മാത്രമല്ല, മറിച്ച് ഒരുപാട് പേരുടെ ഉപജീവന മാർഗം കൂടിയാണ്. ഏജന്റുമാരും വിൽപ്പനക്കാരും ഈ വിവാദം മൂലം തങ്ങളുടെ കച്ചവടത്തെ ബാധിക്കുമോ എന്ന് പേടിക്കുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്. ടിക്കറ്റുകൾ പിൻവലിക്കാൻ വൈകിയാൽ കൂടുതൽ പ്രതിഷേധങ്ങളുമായി തെരുവിലിറങ്ങാനാണ് ഹിന്ദു സംഘടനകളുടെ തീരുമാനങ്ങളും. ലോട്ടറി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ പഠനങ്ങളും നിയമപരമായ നടപടികളും ഉടൻ ആരംഭിക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ആർ.വി. ബാബുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികളെ അപമാനിക്കുന്നത് സർക്കാർ ഒരു ശീലമാക്കി മാറ്റിയിരിക്കുകയാണെന്ന വികാരം ഹിന്ദു സമൂഹത്തിൽ പടർത്തുന്നത് അല്ലെങ്കിൽ പകരുന്നത് സർക്കാരിനെയും പ്രതിരോധത്തിലാക്കും. ചിത്രത്തിന്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ അതൊരു പ്രത്യേക കലാകാരന്റെ ഭാവനയാണെങ്കിലും അതൊരു മതത്തിന്റെ ആരാധനാ വിഗ്രഹത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകുമ്പോൾ പാലിക്കേണ്ട പരിഗണനകൾ ലോട്ടറി വകുപ്പ് വിസ്മരിച്ചെന്നതും ഇവിടെ വസ്തുതാപരമായ കാര്യമാണ്. മതം ഏതായാലും വിശ്വാസം അപമാനിക്കപ്പെടരുതെന്ന എസ് സുരേഷിന്റെ വാക്കുകൾ വിശ്വാസ സമൂഹത്തിന്റെ പൊതുവികാരമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പും പല പാഠപുസ്തകങ്ങളിലും മാസികകളിലും വന്ന ചിത്രങ്ങൾ സമാനമായ രീതിയിൽ വിവാദവുമായിരുന്നു. അപ്പോഴെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന കവചം ഉപയോഗിച്ചാണ് ഭരണകൂടം പ്രതിരോധിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ലോട്ടറി ടിക്കറ്റ് പോലുള്ള ജനകീയമായൊരു പ്ലാറ്റ്ഫോമിൽ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നത് വിപരീത ഫലമേ സർക്കാരിനും ഉണ്ടാക്കുകയുള്ളൂ. അന്തിമമായി ഈ വിവാദം കേരളത്തിലെ സാംസ്കാരിക ഇടങ്ങളിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിച്ചിരിക്കുക കൂടിയാണ്. കലയും വിശ്വാസവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ എവിടെയാണ് അവസാനിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ആവശ്യമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ലോട്ടറി വകുപ്പിന്റെ അന്തിമ തീരുമാനം എന്തായാലും ഈ സുവർണ്ണ കേരള വിവാദം കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യവും മതവിശ്വാസവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുടെ മറ്റൊരു അധ്യായമായി മാറുമെന്നതിൽ യാതൊരു തർക്കവും വേണ്ട. വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനോ അതോ തെറ്റിദ്ധരുത്തി വിശ്വാസത്തെ സംരക്ഷിക്കാനോ സർക്കാർ തയ്യാറാകുന്നത് എന്നാണ് വരും ദിവസങ്ങളിലെ പ്രധാന ചോദ്യമായി മാറുക. ഹൈന്ദവ സമൂഹത്തിന്റെ കണ്ണു തുറക്കാനുള്ള ആഹ്വാനം ഇതിനെ കൂടിയായിട്ടാണ് ഹിന്ദു സംഘടനകൾ ഈ വിവാദത്തെ അവതരിപ്പിക്കുന്നത്. വലിയ തരത്തിൽ വർഗീയത പടച്ചുവിടാനും ശ്രമങ്ങളെല്ലാം നടന്നു വരുന്നുമുണ്ട്. മറുഭാഗത്ത് അവിടെ ഇവർ കൃത്യമായി ഹിന്ദി വികാരം വ്രണപ്പെട്ടു എന്ന തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഒരു കലാസൃഷ്ടിയുടെ പേരിൽ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം കൂടുതൽ കലുഷിതമാകാനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള യുക്തിസഹമായ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുകയുള്ളൂ, ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. കാരണം ഇവിടെ വ്യക്തമായി ഒരു ഭാഗം വർഗീയ ധ്രുവീകരണം നടത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത്. അതിനെ ഏത് വിധേനയും തടയിടുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, കർത്തവ്യമാണ്. അത് കൃത്യമായി യുക്തിസഹമായ രീതിയിൽ ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇതിന് ശാശ്വതമായൊരു പരിഹാരം നേടിയെടുക്കാൻ കഴിയുകയുമുള്ളൂ.